എന്നിലെ പുഞ്ചിരി നീയും നിന്നിലെ പുഞ്ചിരി ഞാനും. ഹരി, നിനക്കാ ഫോൺ? ഏതോ കാർത്തിക എന്ന കുട്ടിയാ വിളിക്കണത്. നിന്റെ സ്റ്റുഡൻ്റാണെന്നാ പറഞ്ഞത്. അമ്മ ലാൻഡ് ഫോണിൻ്റെ സ്പീക്കർ അടച്ചു വെച്ച് വിളിച്ചു പറഞ്ഞു. അന്ന് ഞായറാഴ്ചയായതിനാൽ പതുക്കെ എണീറ്റ് ഉമ്മറത്തെ ചാറുപടിയിലിരുന്ന് പത്രം വായിക്കായിരുന്നു. ഞാൻ ഞെട്ടി വേഗം ഓടിച്ചെന്ന് അമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. എൻ്റെ പരവേഷം കണ്ട അമ്മ എന്നെ അടിമുടി നോക്കി എന്ന് മൂളിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഞാൻ പതുക്കെ ഹലോ. അങ്ങേ തലയ്ക്കൽ വല്ലാത്ത നിശബ്ദത. ഞാൻ വീണ്ടും ഹലോ, ഞാൻ ഹരീന്ദ്രനാണ്. അപ്പോഴും അവിടെ നിന്നും ഒരു മറുപടിയും കിട്ടില്ല. അതെ, ഞാൻ ഫോൺ വയ്ക്കുക, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ ചെറിയ ദേഷ്യത്തോട് പറഞ്ഞു. അയ്യോ മാഷി വയ്ക്കല്ലേ എന്ന് ചെറിയ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. പിന്നെന്താ ഇത്ര നേരം മറുപടി തരാഞ്ഞത്? ഞാനൊരു ചെറുപുഞ്ചിയോട് ചോദിച്ചു. അത് പിന്നെ ഞാൻ മാഷിൻ്റെ ശബ്ദം കേട്ടപ്പോൾ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നി. ഓ അത് ശരി, എന്നാൽ പിന്നെ ഡിഗ്രിക്ക് നീ BSc മാത്സ് എടുത്തോ. അപ്പോൾ പിന്നെ എന്നെ എപ്പോഴും കാണുകയും ചെയ്യാം, എൻ്റെ ശബ്ദം കേൾക്കുകയും ആവാം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഡാ, നിനക്കിഷ്ടപ്പെട്ട പൂട്ടും കടല എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വാടാ. അമ്മയുടെ വിളി കേട്ടപ്പോൾ അതെ കാത്തു, ഞാൻ ഫോൺ വയ്ക്കുവാണേ, അല്ലെങ്കിൽ അമ്മ സംശയിക്കും. നാളെ കോളേജിൽ വെച്ച് കാണാം. ഓക്കെ ബായ്. ശരി മാഷേ, അവൾ തൻ്റെ പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. പുട്ടും കടലയും ചൂട് പറത്തിക്കൊണ്ട് എണ്ണയും കാത്ത് ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്. ചെറിയ ഒരു കഷ്ണം പുട്ട് കടലക്കറിയിൽ മുക്കി വായിൽ വെച്ചപ്പോൾ എന്താ ടേസ്റ്റ്. പതുക്കെ എൻ്റെ മനസ്സിൽ അവളുടെ കണ്ണുകൾ തെളിഞ്ഞു വന്നു. ഈ ചെക്കൻ, പതുക്കെ കഴിക്കടാ, ആരെങ്കിലും നിന്നെ ഓർത്തിട്ടുണ്ടാവും. നെറുകൻ തലയിൽ പതുക്കെ തല്ലിക്കൊണ്ട് അമ്മ പറഞ്ഞു. പുട്ട് നെറുകൻ തലയിൽ കയറി ഞാനൊന്ന് ചുമച്ചതാണ്. ഒന്ന് പോ അമ്മേ, നമ്മളെയൊക്കെ ആരോർക്കാനാണ്. ഞാൻ അമ്മയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. ഈ ചെക്കൻ്റെ ഒരു കാര്യം. അമ്മ ഇടുപ്പിൽ നിന്നും മുന്താണി വലിച്ചെടുത്ത് മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു. കഥ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ.